ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. മന്ത്രിക്കൊപ്പം ഉറച്ചു നിൽക്കാൻ ബിജെപിയുടെ തീരുമാനം. രാജ്യസമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന് തന്നെയാണ് നിലപാട്. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. PR സുനിൽ, ഇത് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. നാളെ ഉച്ചവരെ സമയം ചോദിച്ചത് പിന്നെ എന്തിന് എന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാനെ അങ്ങനെ തള്ളിപ്പറയാനോ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ കേന്ദ്രം മുട്ടുമടക്കിയെന്ന സന്ദേശം കൊടുക്കാനോ തൽക്കാലം കേന്ദ്രം തയ്യാറാകുന്നതല്ല എന്നു തന്നെ വിചാരിക്കാമോ? തീർച്ചയായും മാധു, ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും BJPയും വ്യക്തമാക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനൊപ്പം ഉറച്ചു നിൽക്കുക, അതാണ് BJPയുടെ നിലപാട്. ഒരു കാരണവശാലും ഈ രാജ്യസമ്മർദ്ദത്തിന് കീഴ്പ്പെടേണ്ടതില്ല എന്നതാണ് BJP ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രാജ്യസമ്മർദ്ദത്തിന് കീഴ്പ്പെടില്ല. അപ്പോൾ മാധു ചോദിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. CJP പ്രതിനിധികളുമായി, സൗരഭ് ദാസ് ഉൾപ്പെടെയുള്ള പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ നാളെ ഉച്ചവരെ സമയം തേടിയിരിക്കുകയാണ് JP നദ്ദ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ. അതെന്തിനെന്നുള്ളൊരു ചോദ്യമുണ്ട്. നാളെ ഉച്ചവരെയല്ല, ഇനി എത്ര ദിവസം വരെ സമയം തേടിയാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് BJP വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുള്ള ഒരു ഒത്തുതീർപ്പ് ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് BJP വ്യക്തമാക്കുന്നു, കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അതല്ലാതെയുള്ള മറ്റെന്ത് വേണമെങ്കിലും അംഗീകരിക്കാം, മറ്റെന്ത് പോംവഴി അല്ലെങ്കിൽ മറ്റെന്ത് വിട്ടുവീഴ്ച അത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയാകാമെന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഏതായാലും CJP ആയാലും പ്രതിപക്ഷമായാലും പ്രധാനമായും ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. അതല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ CJPയും വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഈ സമരം ഉടനെ തീരാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന കാര്യം ഉറപ്പാണ്. ഉടനെ ഈ സമരം തീരില്ല. ഇന്ന് രാവിലെ സമര സ്ഥലത്ത് പോയപ്പോഴൊക്കെ തന്നെ അവിടെ ഉയർന്നിരിക്കുന്ന എല്ലാ പ്ലക്കാർഡുകളിലും ധർമ്മേന്ദ്ര പ്രധാന്റെ മുഖമാണ്. ആ മുഖത്തിനൊപ്പം ആവശ്യപ്പെടുന്നത് ഉടൻ രാജിവെച്ച് പുറത്തു പോകൂ എന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വന്നൊരു സമരമായി തീർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കില്ല എന്ന് BJP വ്യക്തമാക്കുമ്പോൾ, ആ പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോൾ എന്നുള്ളതാണല്ലോ CJPയുടെ നിലപാട്. അപ്പോൾ കേന്ദ്രത്തിന് ബിഗർ പ്ലാൻസ് ഉണ്ടാകണമല്ലോ. മാധു, അതെന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ രാജ്യം കണ്ട ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലുള്ള ബിഗ്ഗർ പ്ലാനുകളിലൂടെ പൊളിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ദില്ലി പോലീസും ഒക്കെ തന്നെ. നമുക്കറിയാലോ, ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന കർഷക സമരം, ആ സമരത്തെ സർക്കാർ നേരിട്ടത് ഒരു ടൂൾ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് അത് വലിയ കേസായി, അത് വലിയ അന്വേഷണ നടപടികളായി. കർഷക സമരം പതിയെ ദുർബലമാകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ആ സമരത്തിന്റെ ആഘാതം സർക്കാരിന് വലിയ രാഷ്ട്രീയാഘാതമായി. പിന്നീട് 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ ഇവിടെ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, ശക്തമായ നിയമം കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോഴും പ്രധാനപ്പെട്ട ആവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉത്തരവാദിത്വം ആർക്ക്, ആ ഉത്തരവാദിത്വം ആർക്ക് നൽകുമ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രിക്കാണ്. ആ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ്. അപ്പോൾ ഇനി കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള ആ ബിഗ്ഗർ പ്ലാൻ എന്ന് പറയുന്നത് നേരത്തെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഒരു അടിച്ചമർത്തൽ നടപടിയിലേക്ക് സർക്കാർ പോകുമോ എന്നൊക്കെ CJPക്ക് ആശങ്കയുണ്ടാകാം. പ്രതിപക്ഷ പാർട്ടികൾ അങ്ങനെ കാണുന്നുണ്ട്. കാരണം ഏത് രീതിയിലും ഈ സമരത്തിനെതിരെ സർക്കാർ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ CJPക്ക് അകത്ത് തന്നെ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പ്രതിപക്ഷ പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിൽ മുന്നോട്ട് പോയാലും അതിനെ പ്രതിരോധിച്ച് നിൽക്കുമെന്ന് CJP കൂടി പറയുമ്പോൾ കാര്യങ്ങൾ സംഘർഷഭരിതമാണ്. കാരണം നമുക്കറിയാലോ, ദില്ലി പോലീസ് ഈ സമരത്തെ നേരിട്ട രീതി നമുക്കറിയാം. അതൊരിക്കലും ഒരു വിദ്യാർത്ഥി സമരത്തോട്, വിദ്യാർത്ഥി പ്രതിഷേധത്തോട് കാണിക്കേണ്ട ഒരു സമീപനമായിരുന്നില്ല. അത് തീർച്ചയായും ക്രൂരമായൊരു സമീപനമായിരുന്നു. അതിനെതിരെയാണ് രാജ്യം മുഴുവൻ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ആവർത്തിച്ച് ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും ശക്തമായ പ്രതിഷേധങ്ങളാണ്. ഈ ദില്ലി പോലീസ് ഈ സമരത്തെ നേരിട്ട് സംബന്ധിച്ചുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്കില്ല, രാജ്യസമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനമാണ് CJPയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ BJP കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുന്നത് എന്നതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിവരം. എന്തായാലും നാളെ ഉച്ചവരെ സമയം ചോദിച്ചിട്ടുണ്ട്. അതിനിടയിൽ ചിന്താമാറ്റം ഉണ്ടാകുമോ എന്നത് കണ്ടുമറിയാം.